അസ്സലാമു അലൈക്കും. ഞാനീ പറയുന്നത് ഒരു പ്രവാസിയുടെ മാത്രം കഥയല്ല, മറിച്ച് നമ്മളിലുള്ള പല ആളുകളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു മൂപ്പര് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ടീ കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. മൂപ്പര് കുറച്ച് ദൂരെയായിട്ട് ചായ കുടിക്കുന്നു. പക്ഷെ ഫോണിൽ അയാൾ വല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. അങ്ങനെ സംസാരം ഇങ്ങനെ നീളുന്നു. ഞാൻ ചായ കുടിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം അയാൾ ഒരുപാട് എന്താ പറയുക, പരിഭവത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക. അയാളിങ്ങനെ ഭയങ്കര ടെൻഷനിലിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി സലാം ചൊല്ലി അവിടെ ഇരുന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കണ്ട് എന്താ പ്രശ്നം? ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ ചോദിച്ച സമയത്ത് അയാൾ ഒരു പുഞ്ചിരി മാത്രം. ഞാൻ പറഞ്ഞത് പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് പറയാം. അതിനുശേഷം ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം അയാളുടെ അടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം എപ്പോഴോ ആരെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളത് വല്ലാത്തൊരു സങ്കടം തോന്നി. അദ്ദേഹത്തിനെ കാണുമ്പോൾ ആർക്കും അങ്ങനെ തോന്നില്ല. കാരണം നല്ലൊരു വസ്തുധാരിയായിട്ട് നല്ല ഒരു കമ്പനിയിൽ ജോലിയുണ്ട്, പിന്നെ മോശമില്ലാത്ത ശമ്പളമുണ്ട്, കാഴ്ചയിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് 20 വർഷത്തോളമായി അയാൾ ഇവിടെ ബഹ്റൈനിൽ 22 വർഷം വന്ന് അങ്ങനെ പറഞ്ഞത്. ഏകദേശം ഇപ്പോൾ അവർക്ക് 10-50 വയസ്സിന്റെ മുകളിലായി പ്രായം. കുഴപ്പമില്ലാതെ പോയതാണ്, അൽഹംദുലില്ലാ. അയാൾ പറയുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് മൂപ്പരുടെ ജ്യേഷ്ഠൻ ഒരു വീട് വെച്ചു. ജ്യേഷ്ഠൻ ഖത്തറിലെ ജോലിയാണ്, 2-3 ഷോപ്പൊക്കെ ഉള്ള ഒരു ചെറിയ മുതലാളിയാണ്. വീട് വെച്ചതിന് ശേഷം മൂപ്പരുടെ വൈഫ്, അതായത് ഇദ്ദേഹത്തിന്റെ വൈഫും വീട്ടുകാരും പറയുന്നു അവർക്കൊരു വീട് വേണം. അങ്ങനെ ഇയാൾ വീടെടുക്കാൻ വേണ്ടി തയ്യാറായി. അവിടെ തന്നെ വൈഫിന്റെ സ്ഥലമുണ്ട്. അങ്ങനെ വീട് കെട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ വീട്ടിന്റെ ആഗ്രഹങ്ങളാണല്ലോ, പല പല ആഗ്രഹങ്ങൾ വന്ന് വൈഫിന് ഒരേ നിർബന്ധം, ജ്യേഷ്ഠൻ വെച്ച അതോ അതിനേക്കാൾ കുറച്ച് വലിയ വീട് തന്നെ വെക്കണം. ഇയാളെത്ത് ആകെ നൊട്ടിപ്പെറുക്കി സ്വരൂപിച്ചിട്ടുണ്ടായിരുന്ന പൈസ 10-15 ലക്ഷം റുപ്യ, അതൊക്കെ അദ്ദേഹം ഇതിനു വേണ്ടി ചെലവ് ചെയ്തു. അതിനുശേഷം വൈഫിന്റെ ഗോൾഡ് കംപ്ലീറ്റ് ബാങ്കിലേക്ക് വെച്ച് അങ്ങനെ ഒരു ഫ്ലോറിന്റെ പണി പൂർത്തിയായി. പിന്നെയും വൈഫിന് ഒരേ നിർബന്ധം, മുകളിൽ കൂടെ എടുക്കണം. അങ്ങനെ എന്ത് പറയാൻ, ഏകദേശം 28 ലക്ഷത്തോളം രൂപ ആ വീട് തന്നെ പണയപ്പെടുത്തി ലോൺ എടുത്ത് അങ്ങനെ ഏകദേശം 60 ലക്ഷത്തോളം രൂപ ചെലവാക്കി ഒരു വീട് പണിത് വീട് താമസം തുടങ്ങി. അതിനുശേഷം മൂപ്പര് ഇവിടെ വന്നിട്ട് ഇപ്പം 3.5 വർഷം കഴിഞ്ഞു. ഇതുവരെ നാട്ടിൽ പോയിട്ടില്ല. നാട്ടിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനി പറയുന്നത് അദ്ദേഹത്തിനോട് പിരിഞ്ഞു പോയിക്കൊള്ളാൻ, കാരണം കമ്പനിയിൽ ജോലിയില്ല. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി കാരണം ഇവിടെ നിന്ന് അറിയാൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പിന്നെ ആ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതൊരു പ്രശ്നം വേറെ. പിന്നെ നാട്ടിൽ 3 കുട്ടികളുണ്ട്. കുട്ടികളുടെ പഠിപ്പ് അതെല്ലാം പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അതൊക്കെ ഭാര്യയുടെയും അവരുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് ചെയ്തത്. ഗവൺമെന്റ് സ്കൂൾ അയാൾ പറയുന്നത്, ഒരു പക്ഷേ ഗവൺമെന്റ് സ്കൂളായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ ലാഭം ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇദ്ദേഹം ഇപ്പോൾ സിംഗിളായിട്ട് 50 ദിനാറിന് റൂമിൽ താമസിക്കുന്ന അയാൾ ഇപ്പോൾ ബാച്ചിലേഴ്സിന്റെ കൂടെയാണ് താമസം. കാരണം അതിലും കൂടെ കുറച്ച് പൈസ കുറയും. ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ച അദ്ദേഹം ഇപ്പോൾ റൂമിൽ വെച്ചുണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്ര തന്നെ ചുരുക്കിയിട്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം വലിയൊരു പൈസ മാസത്തിൽ ഇപ്പോൾ ബാങ്കിലേക്ക് അടക്കണം. ഇപ്പോൾ 2 മാസത്തോളായി എൻ്റെ സാലറി പെൻഡിങ്ങിലാണ്, കമ്പനി തന്നിട്ടില്ല. ഞാൻ എവിടെയാ പോകേണ്ടതെന്ന് പറയും. എന്നോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക, മനസ്സിൽ ഒരുപാട് പ്രയാസം തോന്നി. നമ്മൾ കാഴ്ചയിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ള പ്രശ്നങ്ങൾ, ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ആ 15 മിനിറ്റ് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മനുഷ്യന്റെയും കാഴ്ചപ്പാട്, നമ്മൾ കാണുന്ന ആ ഒരു ഇതില്ല അവരുടെ മാനസികാവസ്ഥ. ഈ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നുന്നു വെച്ചാൽ, ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രവാസികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനു മുമ്പും ഇതേപോലെ തന്നെ ഒരു വീടിന്റെ പ്രശ്നമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്മതപ്രകാരമാണ് ഈ അദ്ദേഹത്തിന്റെ കഥ നിങ്ങളോട് പറയുന്നത്. ദയവ് ചെയ്ത് നമുക്ക് കഴിയുന്ന വിധത്തിലല്ലാതെ അതിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കരുത്. ആഗ്രഹങ്ങൾ നല്ലതാണ്, പക്ഷേ അത് നമ്മളെക്കാൾ കൂടുതലുള്ള അത്യാഗ്രഹമായി മാറുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
ഇത് എല്ലാവർക്കും മറ്റുള്ളവരുടെ നഷ്ടങ്ങൾ നമുക്ക് എപ്പോഴും ഒരു പാഠമായിരിക്കണം. ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് വിനയപൂർവ്വം അസ്സലാമു അലൈക്കും.